മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി ഒരു ജോലിയിലേക്ക് എത്തി. എന്നിട്ടോ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് മേഘ എന്ന കുട്ടിയെ കുറിച്ചിട്ടാണ്. എന്തെല്ലാം വാർത്തകളാണ് പുറത്തു വരുന്നതല്ലേ? മോശം മോശം. ഈ പെൺകുട്ടികളൊക്കെ എന്താ ഇങ്ങനെ? ആൺകുട്ടികൾ പഴമക്കാർ പറയുന്നതാണ് കേട്ടോ. ഒരു ചെളിയിൽ ചവിട്ടി അടുത്ത വെള്ളം കണ്ടു കഴുകി അവരവരുടെ കാര്യം നോക്കിപ്പോയി. നഷ്ടപ്പെടാനുള്ളത് മുഴുവനും പെൺകുട്ടിക്ക് തന്നെയാണ്. അത് അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. ജോലിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. മാതാപിതാക്കൾ ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എൻ്റെ മോളിങ്ങനെ ചെയ്യും എന്ന്. കൂടെ ജോലി ചെയ്യുന്ന IB ഉദ്യോഗസ്ഥൻ്റെ കൂട്ടത്തിൽ ജീവിതം ആസ്വദിച്ചു. അച്ഛനെയും അമ്മയെയും മറന്നു, കുടുംബാംഗങ്ങളെ മൊത്തം മറന്നു. നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആ കുട്ടി ചിന്തിച്ചില്ല. അവസാനം ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊരു മരണവും ലഭിച്ചു. തീവണ്ടിക്ക് മുന്നിൽ 2024 ജൂലൈയിലെ കുട്ടി ഒരു അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അവനോടുള്ള അമിതമായ ആ ഒരു സ്നേഹം, പ്രേമം, പ്രണയം എന്നൊക്കെ പറയാം. അവനാണെങ്കിലോ ഒരേ സമയം ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ഇതേ രീതിയിലുള്ള ബന്ധം തുടർന്ന് പോന്നുകൊണ്ടിരുന്നു. ഇതറിഞ്ഞപ്പം മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എങ്കിലും ഈ കുട്ടി എന്തിനാണ് അബോർഷൻ നടത്തിയത്? ആ ഒരു കുഞ്ഞിൻ്റെ ബലത്തിന് ഈ മോൾക്ക് ഇവനെ സ്വന്തമാക്കാമായിരുന്നില്ലേ? 2024 ജൂലൈ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തോളം ആകാൻ പോവാം. അതിനും ഒരു തൻ്റെ സാമർഥ്യം എടുക്കണ്ടായി. നമ്മൾ വിചാരിക്കുന്ന പോലെ പാവമല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. എല്ലാവരും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടിയെക്കുറിച്ച് ഒട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛനെയും എത്രത്തോളം സ്നേഹിച്ച ഒരു അച്ഛനും അമ്മയുമായിരിക്കും. അവരെയൊക്കെ നല്ല ഡീസൻ്റായിട്ട് പറ്റിച്ചു, ചതിച്ചു, വേറൊരുത്തിൻ്റെ കൂടെ കിടപ്പറ പങ്കിട്ടു, അതിൽ ഗർഭിണിയായി, അബോർഷൻ നടത്തി. ഇതൊക്കെ ഈ മരണശേഷമാണ് എല്ലാവരും അറിയണത്. അയ്യോ, ആ അച്ഛനും അമ്മയും എങ്ങനെ തലയുയർത്തി അവരുടെ ആളുകളുടെ നേരെ നോക്കും, സമൂഹത്തിൻ്റെ നേരെ നോക്കും. ഇങ്ങനെ പെൺകുട്ടികൾ മാതാപിതാക്കളെ ചതിക്കരുത്. അവരൊന്നും ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എൻ്റെ മോളിങ്ങനെ വഴിപിഴച്ച്, അങ്ങനെ തന്നെ പറയട്ടെ, വഴിപിഴച്ച് പോകുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതല്ലേ ഇപ്പോൾ അവിടെ സംഭവിച്ചത്. നമ്മുടെ കുടുംബവും ഒക്കെ വിട്ടിട്ട്, നാടും നഗരമൊക്കെ വിട്ടിട്ട് പുറമേക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെ ആയി പോകുന്ന പെൺകുട്ടികൾ എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നാണ് അറിവ്. തെറ്റാണ് മക്കളെ. പക്ഷെ സാഹചര്യം അതും ഈ തെറ്റിലേക്ക് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ചില മാതാപിതാക്കൾ പറയും, നല്ലൊരു പെൺകുട്ടീനെ എൻ്റെ മോന് കിട്ടും എന്ന് യാതൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ ഈ കുട്ടി അവൻ തന്നെ വേണം എന്നുള്ള, അവനില്ലെങ്കിൽ ഒരു ജീവിതമില്ല എന്നുള്ള രീതിയിലാണ് ട്രെയിന് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത്. പക്ഷേ വേറെ ചില പെൺകുട്ടികൾ അബോർഷനൊക്കെ നടത്തിയിട്ട് അവൻ പോയാൽ പോട്ടെ, എനിക്ക് മറ്റൊരുത്തനെ കിട്ടും എന്നുള്ള രീതിയിൽ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ജോലിക്കാരി, ഇങ്ങനെ ഒരു കുടുംബം ഒക്കെ ആകുമ്പോൾ നല്ല ആൺകുട്ടികൾ ഈ ചതിയിൽപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കല്യാണാലോചനകളൊക്കെ വരുമ്പോഴേ നല്ല മോളാണെന്ന് വിചാരിച്ചിട്ട് നല്ല മാതാപിതാക്കൾ, ചെക്കൻ്റെ കുടുംബങ്ങളൊക്കെ ചതിക്കുഴിയിൽപ്പെട്ടു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ കുട്ടി പക്ഷേ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അവനെ ഫോണിൽ കിട്ടാണ്ട് ട്രൈ ചെയ്ത് അയ്യോ, ആ ഒരു സമയത്ത് ആ കുട്ടി അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ എന്തിനാണെന്നേ ഇങ്ങനെയൊക്കെ ചാടി പുറപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു ഒരു വിയോഗം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
നേരിൻ്റെ വഴിക്ക് ദൈവഭയത്തോട് കൂടിയിട്ട് അച്ഛനെയും അമ്മയെയും അനുസരിച്ചൊക്കെ കുഞ്ഞുങ്ങളെ ജീവിക്കുക. നിങ്ങൾക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും. ഇതുപോലെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെ, തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പകപ്പുണ്ടാവും. ആ പകപ്പ് നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക നല്ലതുപോലെ. നേരല്ലാത്തതൊന്നും ശരിയല്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. അവസാനം സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്ന സാലറി അതങ്ങനെ തന്നെ ഇവന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇവനിപ്പോൾ എത്രത്തോളം ആ കുട്ടി സ്നേഹിച്ചിരുന്നു ആലോചിച്ച് നോക്കൂ. ജീവന് തുല്യം മറ്റെല്ലാവരെക്കാളും കൂടുതലായിട്ട് ആ ദുഷ്ടനെ ഈ പെൺകുട്ടി സ്നേഹിച്ചിരുന്നു. സ്വന്തം ജീവിതം തന്നെ നൽകി സ്നേഹിച്ചു. അപ്പോൾ അവനും അവൻ്റെ കുടുംബവും കൂടും കുടുക്കൊക്കെ ഇട്ടിട്ട് രാമാനം ഓടി നടക്കുകയാണ്. പോലീസ് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലുള്ള കുറച്ച് പക്ഷിമൃഗാദികൾ പട്ടിണിയിലായി എന്നൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അവനെ കണ്ടുപിടിക്കട്ടെ, അവന് തക്ക ശിക്ഷ കൊടുക്കട്ടെ. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഗതി ഇനിയൊരു കുട്ടികൾക്കും വരാതെ നിങ്ങൾ അച്ഛനും അമ്മയും അറിയുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കള്ളത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് കള്ളങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ദൈവശിക്ഷ ഉറപ്പായിട്ടുണ്ടാവും. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നന്മ വരും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.